ഓക്കെ, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ചെറിയ രീതിയിൽ മിസ്റ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇത് നമുക്കൊരു കുഞ്ഞൻ ഫ്രീസർ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു കൂളിംഗ് ഫാൻ എടുക്കാം. ആ കൂളിംഗ് ഫാനിൻ്റെ മുകളിലോട്ട് നമുക്കൊരു ഹീറ്റ് സിങ്ക് വെച്ച് കൊടുക്കാം. ആ ഹീറ്റ് സിങ്കിൻ്റെ മുകളിൽ നമുക്കൊരു പെൽറ്റിയർ മൊഡ്യൂൾ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 കമ്പോണൻസ് ഉറച്ചിരിക്കാൻ വേണ്ടി നമുക്കൊരു തടിയുടെ പീസ് എടുത്തിട്ട് കേബിൾ ടൈ ആയിട്ട് ഉറപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു തടിയുടെ ബോക്സിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ പെൽറ്റിയർ മൊഡ്യൂൾ കിറ്റ് ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പവറിന് ആവശ്യമായിട്ടുള്ള വയറിംഗ് കൂടെ ചെയ്യാം. ഇനി നമുക്ക് ഈ കുഞ്ഞൻ ഫ്രിഡ്ജിന് ഇതുകൊണ്ടൊരു ചെറിയ സ്റ്റാൻഡൂടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് വിജാഗിരിയുടെ സഹായത്തോടെ ഇതുകൊണ്ടൊരു ഡോറൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിനി ഫ്രീസർ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കണക്ഷനായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിൻ്റെ കണക്ഷൻ കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം. എന്തായാലും അതിനകത്ത് കുറച്ച് സമയം എടുക്കും. എന്തായാലും നമുക്ക് ഒരു അരമണിക്കൂർ വെച്ച് നോക്കാം. ഓക്കെ, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ചെറിയ രീതിയിൽ മിസ്റ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കട്ടിയായി ഗൈസ്, കണ്ടില്ലേ നല്ല ഐസ് കട്ടായിട്ട് മാറിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ മേക്കിംഗ് വീഡിയോ KL3 Tech എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിഞ്ഞാൽ റിപ്ലൈ തരാം.